ഈ കൊച്ചാണെങ്കിൽ റോഡ് വക്കിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതുവഴി ഒരു ട്രക്ക് ചീറി പാഞ്ഞു വരുന്നത്. ഡ്രൈവർ ആണെങ്കിലോ ഫോണിൽ കളിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് കാണുന്ന അവന്റെ അച്ഛൻ ജീവൻ കളഞ്ഞു ഓടി വരും. പെട്ടെന്ന് കുഞ്ഞിനെ കാണുന്ന ഈ ഡ്രൈവറാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്താൻ ശ്രമിക്കും. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവനെ രക്ഷപ്പെടുത്തും. അയാൾ പെട്ടെന്ന് വണ്ടി നിർത്താൻ ശ്രമിച്ചതുകൊണ്ട് വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടിയുടെ ടാങ്ക് അതിൽ നിന്ന് ഇളകിത്തെറിക്കും. ആ സമയം ഒന്നും അറിയാതെ റോഡ് വക്കിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ചേച്ചിയുടെ ദേഹത്തേക്ക് ആ ടാങ്ക് പാഞ്ഞു വന്നിടിച്ച് അവൾ സ്പോട്ടിൽ മരിക്കും. എന്നാൽ ആ വേദന സഹിക്കാൻ വയ്യാതെ അവരുടെ അച്ഛൻ ബ്ലാക്ക് മാജിക് ചെയ്ത് മരിച്ചവർ തിരിച്ചു വരുന്ന ഒരു സെമിത്തേരിയിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അടക്കും. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം തിരിച്ചു വരുന്നു. അങ്ങനെ സന്തോഷം സഹിക്കാൻ വയ്യാത്ത അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി സുന്ദരി കുട്ടിയാക്കി മാറ്റും. ശേഷം അവളെ ഉറക്കാൻ കിടത്തി അയാളും ഉറങ്ങാൻ കിടക്കുന്നു. ഇടയ്ക്ക് അയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ അവൾ മരിച്ചു പോയപ്പോൾ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് വിട്ട് ഡാൻസ് കളിക്കുന്നു. ആ ഡ്രസ്സ് ഇട്ടതിന് അയാൾ അവളെ വഴക്ക് പറയും. അപ്പോഴേക്കും ദേഷ്യം വന്ന് അവൾ കൈ കിട്ടുന്ന എല്ലാം വലിച്ചെറിയും. അതേസമയം അയാളെ വിളിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ അയാളുടെ ഭാര്യ നൈബറെ വിളിച്ച് കാര്യം പറയുന്നു. അയാൾ വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാളെ ഒഴിവാക്കി വിടുന്നു. എന്നാൽ അതിലെന്തോ പന്തികേട് തോന്നിയ നൈബർ പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ജനാലക്കരികിൽ മരിച്ചുപോയ പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നു. അയാൾ വീട്ടിൽ പോയി ഗണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മുഴുവൻ അരിച്ചു വെറുക്കുന്നു. എന്നാൽ ആരെയും കാണുന്നില്ല. അപ്പോഴേക്കും ആ മരിച്ചുപോയ പെൺകുട്ടി അയാളുടെ പുറകിലൂടെ വന്ന് അയാളെ അറ്റാക്ക് ചെയ്യുന്നു.